മോഡൽ വെർബ്സിന് ശേഷം ബിയും ഹാവ് ബീനും ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. സെമി മോഡൽ വെർബ്സ് ആയ ഹാവ് ടു, ഹാഡ് ടു, ബി ഏബിൾ ടു അതിന്റെ യൂസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലെസൺ മുഴുവൻ കാണാം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കൊടുത്ത ഹോംവർക്ക് അതൊന്ന് നോക്കാം. സ്റ്റേഷനിലേക്കുള്ള വഴി ഞാൻ രണ്ടുപേരോട് ചോദിച്ചു, പക്ഷെ രണ്ടാൾക്കും സഹായിക്കാനായില്ല. രണ്ടുപേരോട് ചോദിച്ചു എന്ന് പറയാൻ ടു പീപ്പിൾ എന്ന് തന്നെ പറയാം. ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ്. ആരോട്? രണ്ടുപേരോട്, ടു പീപ്പിൾ. എന്ത്? സ്റ്റേഷനിലേക്കുള്ള വഴി, ദ വേ. സ്റ്റേഷനിലേക്ക്, ടു ദ സ്റ്റേഷൻ. ഐ ആസ്ക്ഡ് ടു പീപ്പിൾ ദ വേ ടു ദ സ്റ്റേഷൻ. പക്ഷെ രണ്ടാൾക്കും സഹായിക്കാനായില്ല. ആദ്യം നമ്മൾ രണ്ടുപേരെന്ന് പറയാൻ ടു പീപ്പിൾ എന്ന് തന്നെ പറഞ്ഞു. ഇനി അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടു പീപ്പിൾ എന്നല്ല പറയുന്നത്. ഇവിടെ രണ്ടാൾക്കും സഹായിക്കാനായില്ല എന്ന് പറയുമ്പോൾ നീദർ. But neither could help. I asked two people the way to the station, but neither could help. Neither of them. Of them എന്ന് ആഡ് ചെയ്യണം നിർബന്ധമില്ല, neither എന്ന് പറഞ്ഞാലും മതി. I asked two people the way to the station, but neither could help. രണ്ടാമത് അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ neither ആണ് ഉപയോഗിച്ചത്. ആദ്യം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടു പീപ്പിൾ എന്ന് തന്നെ പറഞ്ഞു. നീ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. പല രീതിയിൽ പറയാം. യു എയ്റ്റ് വെരി ലിറ്റിൽ ഫുഡ് എന്ന് പറയാം. ഫുഡ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. യു എയ്റ്റ് വെരി ലിറ്റിൽ എന്ന് പറഞ്ഞാലും മതി. യു എയ്റ്റ് വെരി ലിറ്റിൽ അല്ലെങ്കിൽ യു ഹാർഡ്ലി എയ്റ്റ് എനിത്തിങ്. യു എയ്റ്റ് വെരി ലിറ്റിൽ അല്ലെങ്കിൽ യു ഹാർഡ്ലി എയ്റ്റ് എനിത്തിങ്. നീ കാര്യമായി ഒന്നും കഴിച്ചില്ല. യു ഹാർഡ്ലി എയ്റ്റ് എനിത്തിങ്. ഒരു വിദേശ ഭാഷ പെർഫെക്റ്റ് ആയി സംസാരിക്കാൻ കാര്യമായി ആർക്കും തന്നെ കഴിയില്ല. കാര്യമായി ആർക്കും തന്നെ കഴിയില്ല എന്ന് പറയുമ്പോൾ നോബഡി എന്നൊരു അർത്ഥമില്ല. വളരെ കുറച്ചു പേർക്കേ അത് സാധിക്കൂ. അതാണ് നമുക്ക് പറയേണ്ടത്. ആ വളരെ കുറച്ചു പേർ എന്ന ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വെരി ഫ്യൂ പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർഡ്ലി എനിബഡി എന്ന് പറയാം. നോബഡി എന്ന് പറയുമ്പോൾ സെന്റൻസ് കറക്റ്റ് ആയിരിക്കും ഗ്രാമാറ്റിക്കലി, പക്ഷെ അത് ഞാൻ ഈ മലയാളത്തിൽ എഴുതിയതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല. ഒരു വിദേശ ഭാഷ പെർഫെക്റ്റ് ആയി സംസാരിക്കാൻ കാര്യമായി ആർക്കും തന്നെ കഴിയില്ല. ഫ്യൂ ആയാലും ഹാർഡ്ലി ആയാലും നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ സെന്റൻസിൽ നമ്മൾ നോ, നോട്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിത് ഇങ്ങനെ പറയാം. ഹാർഡ്ലി എനിബഡി ക്യാൻ സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ് പെർഫെക്റ്റ്ലി. ഹാർഡ്ലി എനിവൺ അല്ലെങ്കിൽ എനിബഡി ക്യാൻ സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ് പെർഫെക്റ്റ്ലി. ഹാർഡ്ലി എനിവണിന് പകരം നമുക്ക് വെരി ഫ്യൂ പീപ്പിൾ എന്നും പറയാം. വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ് പെർഫെക്റ്റ്ലി. ഫ്യൂ പീപ്പിൾ എന്നതിന് പകരം എ ഫ്യൂ പീപ്പിൾ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു പേർക്ക്, അതായത് വളരെ ചെറിയൊരു നമ്പർ ആളുകൾക്ക് വിദേശ ഭാഷ നല്ലതുപോലെ സംസാരിക്കാൻ കഴിയും എന്ന അർത്ഥം വരും. എ ഫ്യൂവിന് പകരം ഫ്യൂ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ചു പേർക്കേ അത് കഴിയൂ, അതായത് കാര്യമായി ആർക്കും കഴിയില്ല എന്നൊരർത്ഥം വരും. ഫ്യൂ നെഗറ്റീവ് ആണ്, എ ഫ്യൂ പോസിറ്റീവായ ഒരു ഐഡിയയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാൻ രണ്ട് ചാവികൾ ഉപയോഗിച്ചു, പക്ഷെ രണ്ടും വാതിൽ തുറന്നില്ല. രണ്ട് ചാവികൾ, ടു കീസ്. ഞാൻ ഉപയോഗിച്ചു എന്നതിന് ഐ യൂസ്ഡ് എന്ന് പറയുന്നതിൽ നല്ലത് ഐ ട്രൈഡ് എന്ന് പറയുന്നതാണ്. നമ്മളതൊരു പരീക്ഷിച്ച് നോക്കുകയാണ്, ഇതിലേതെങ്കിലും ഒന്ന് തുറക്കുമോ എന്നറിയുന്നതിന് വേണ്ടി. ഐ ട്രൈഡ് ടു കീസ്. പക്ഷെ രണ്ടും വാതിൽ തുറന്നില്ല. ബട്ട് നീദർ ഓപ്പൺ ദ ഡോർ. രണ്ടും തുറന്നില്ല എന്ന് പറയുമ്പോൾ നീദർ ഓപ്പൺ ദ ഡോർ. ഈ ബുക്സ് എല്ലാം രാഹുലിന്റെയാണ്. ഓൾ ഓഫ് ദീസ് ബുക്സ് ആർ രാഹുൽസ്. രാഹുലിന് ശേഷം അപ്പോസ്ട്രോഫി എസ്. ഇതൊന്നും എന്റെ അല്ല. എല്ലാം ആണ് എന്ന് പറയാൻ നമ്മൾ ഓൾ ഓഫ് ഉപയോഗിച്ചു. ഒന്നുമല്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ നൺ ഓഫ് ഉപയോഗിക്കും. നൺ ഓഫ് ദീസ് ബുക്സ് ആർ മൈൻ അല്ലെങ്കിൽ ഈസ് മൈൻ. നമ്മൾ നൺ ഓഫിന് ശേഷം സിംഗുലർ വെർബും യൂസ് ചെയ്യാറുണ്ട്, പ്ലൂറൽ വെർബും യൂസ് ചെയ്യാറുണ്ട്. None of these is mine അല്ലെങ്കിൽ none of these belongs to me. ഇതൊന്നും എൻ്റെ അല്ല. ഒരു സാധനം നമ്മുടെയാണെന്ന് പറയാൻ നമുക്ക് it is mine എന്ന് പറയാം, അല്ലെങ്കിൽ it belongs to me എന്ന് പറയാം. None of these belongs to me. ഇതൊന്നും എൻ്റെ അല്ല. എനിക്ക് ബോർ അടിക്കുന്നു. ഈ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. I am bored എന്ന് പറയാം, I feel bored എന്ന് പറയാം, I am feeling bored എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് I am getting bored എന്നും പറയാം. I am getting bored എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങുന്നു എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഫീൽ എന്ന വെർബ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഐ ഫീൽ ബോർഡ് എന്ന് പറഞ്ഞാലും ഐ ആം ഫീലിംഗ് ബോർഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ചെയ്യാനൊന്നുമില്ല. എനിക്കാണ് ഒന്നും ചെയ്യാനില്ലാത്തത്. അങ്ങനെ അത് സ്പെസിഫിക് ആയി പറയുന്നില്ല. നമുക്ക് ആ സെന്റൻസ് രണ്ട് രീതിയിൽ പറയാം. ദർ ഉപയോഗിച്ച് തുടങ്ങാം. ദർ ഈസ് നത്തിങ് ടു ഡു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് നത്തിങ് ടു ഡു എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു എന്നും പറയാം. ഐ ഹാവിൻ ഗോട്ട് എനിത്തിങ് ടു ഡു എന്നും പറയാം. I have nothing to do, I don't have anything to do, അല്ലെങ്കിൽ I haven't got anything to do. ഇങ്ങനെയെല്ലാം നമുക്ക് ഈ കാര്യം പറയാവുന്നതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്, ഇത് മോഡൽ വെർബ്സിനെ കുറിച്ചുള്ളതാണ്. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അവൾ എന്തുകൊണ്ടാണ് മറുപടി അയക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നതിന് നമുക്ക് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം.
പൊതുവെ പക്ഷെ ഇംഗ്ലീഷിൽ ഇത് പറയുന്നത് ഐ വണ്ടർ എന്നാണ്. ഞാൻ അത്ഭുതപ്പെടുന്നു എന്നൊരർത്ഥം അതിനില്ല, പക്ഷെ ആ എക്സ്പ്രഷനാണ് കോമൺലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്ത് കാണുന്നത്. ഐ വണ്ടർ, അവൾ എന്തുകൊണ്ടാണ് മറുപടി അയക്കാതിരുന്നത് എന്ന്. ഐ വണ്ടർ വൈ ഷീ ഡിഡിൻ റിപ്ലൈ, അവൾ എന്തുകൊണ്ടാണ് മറുപടി അയക്കാതിരുന്നത്. ഐ വണ്ടർ വൈ ഷീ ഡിഡിൻ റിപ്ലൈ, എനിക്ക് മറുപടി അയക്കാതിരുന്നത് എന്ന് പറയണമെങ്കിൽ റിപ്ലൈ ടു മീ എന്ന് പറയണം. റിപ്ലൈ മീ പോരാ, റിപ്ലൈ ടു മീ. ഐ വണ്ടർ വൈ ഷീ ഡിഡിൻ റിപ്ലൈ. അപ്പം അതിന് കാരണമായി പറയുന്നത് അവൾക്ക് ഒരു പക്ഷെ നിന്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ്. ഊഹമാണ്, കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, മറുപടി അയച്ചിട്ടില്ല. നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിലെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ മോഡൽ വെർബിന് ശേഷം ഉപയോഗിക്കുക ഹാവ് പ്ലസ് V3 ആണ്. ഷീ മെ നോട്ട് ഹാവ് റിസീവ്ഡ് യുവർ ലെറ്റർ. ഷീ മെ നോട്ട് ഹാവ് റിസീവ്ഡ് യുവർ ലെറ്റർ. അവൾക്ക് നിന്റെ ലെറ്റർ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഷീ ഡിഡിൻ റിസീവ് യുവർ ലെറ്റർ. കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഷീ മെ നോട്ട് ഹാവ് റിസീവ്ഡ് യുവർ ലെറ്റർ, അല്ലെങ്കിൽ ഷീ മൈറ്റ് നോട്ട് ഹാവ് റിസീവ്ഡ് യുവർ ലെറ്റർ. പാസ്റ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ മോഡൽ വെർബിന് ശേഷം ഉപയോഗിക്കുന്ന ഹാവ് പ്ലസ് V3 ആണ്. പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മോഡൽ വെർബിന് ശേഷം നമ്മൾ ബി ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിക്കണം, നമ്മളിവിടെ പറയുന്നത് പാസ്റ്റിലാണ്, ലെറ്റർ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ്. ഷീ മെ നോട്ട് ഹാവ് റിസീവ്ഡ് യുവർ ലെറ്റർ. ഇവിടെ നമുക്ക് മെയ്ക്ക് പകരം മൈറ്റ് ഉപയോഗിക്കാം. മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യത കുറച്ചുകൂടി കുറവാണ് എന്ന് മാത്രം. ഞാനൊരു കാർ വാങ്ങണം. ഒരു സജഷന് വേണ്ടി, ഒരു നിർദ്ദേശത്തിനായി നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കത് ഷോൾ ഉപയോഗിച്ച് തുടങ്ങാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പൊതുവെ ഷോൾ ആണ് ഇതുപോലത്തെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാർ വാങ്ങണോ, ഷോൾ ഐ ബൈ എ കാർ, അല്ലെങ്കിൽ ഷുഡ് ഐ ബൈ എ കാർ, എന്താണ് നിന്റെ അഭിപ്രായം. ഒരാളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തിങ്ക്, അതിന്റെ ഇൻഫിനിറ്റീവ് ഫോമിലാണ് യൂസ് ചെയ്യുക. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്, വാട്ട് ആർ യു തിങ്കിങ് അല്ല, വാട്ട് ഡു യു തിങ്ക്. വാട്ട് ഡു യു തിങ്ക് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിന്റെ അഭിപ്രായം. വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആ ഡിഫറൻസ് തിങ്ക് എന്ന വെർബിന്റെ ING ഫോമിനും അതിന്റെ ഇൻഫിനിറ്റീവിനും, അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് V1 അതിന്റെയും യൂസിൽ ഡിഫറൻസ് ഉണ്ട്. അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ തിങ്ക് എല്ലായ്പ്പോഴും സിമ്പിൾ ടെൻസസിൽ വേണം യൂസ് ചെയ്യാൻ, അതായത് ING ഫോം യൂസ് ചെയ്യരുത്. വാട്ട് ഡു യു തിങ്ക്, നീ എന്താണ് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്താണ് ചെയ്യുക, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നീ ആണെങ്കിൽ കാർ വാങ്ങിക്കുമായിരുന്നു. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അതായത് ഇമാജിനറി ആയ ഒരു സിറ്റുവേഷൻ ആണ്, നിലവിലുള്ളതല്ല. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് വുഡ് ആണ്. നീ എന്താണ് ചെയ്യുക, വാട്ട് വിൽ യു ഡു അല്ല, വാട്ട് വുഡ് യു ഡു. ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ നീ ഒരു കാർ വാങ്ങിക്കുമോ, അതാണ് ചോദ്യം. വാട്ട് വുഡ് യു ഡു, വാട്ട് വിൽ യു ഡു എന്നിവിടെ ചോദിക്കരുത്, വാട്ട് വുഡ് യു ഡു. ഇങ്ങനെ സാങ്കല്പികമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലായ്പ്പോഴും വുഡ് എന്ന മോഡൽ വെർബ് ഉപയോഗിക്കുക. തെറ്റായ വഴിയിലൂടെ പോയത് കാരണം ഞങ്ങൾ വൈകി. തെറ്റായ വഴിയിലൂടെ പോയി എന്നെങ്ങനെ പറയാം. തെറ്റായ വഴിയിലൂടെ ഞങ്ങൾ പോയി, വി വെന്റ് ദ റോങ് വേ. തെറ്റായ വഴിയാണ് ദ റോങ് വേ. അത് കാരണം ഞങ്ങൾ വൈകി. ഞങ്ങൾ വൈകി എന്ന് പറയുമ്പോൾ വി വർ ലേറ്റ്. വി ആർ അല്ല, വി വർ. വൈകി എന്നാണ് പറയുന്നത്, വൈകിയിരിക്കുന്നു എന്നല്ല. വി വർ ലേറ്റ് ബിക്കോസ് വി വെന്റ് ദ റോങ് വേ. വലത്തോട്ട് തിരിയുന്നതിന് പകരം ഞങ്ങൾ ഇടത്തോട്ടാണ് തിരിയേണ്ടിയിരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടിയിരുന്നത്, പക്ഷെ റൈറ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞത്. അത് കാരണം വഴി തെറ്റി നേരം വൈകി. അതാണ് നമുക്ക് പറയേണ്ടത്. ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു, ചെയ്യണമായിരുന്നു എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇടത്തോട്ടാണ് തിരിയേണ്ടിയിരുന്നത് എന്ന് എങ്ങനെ പറയും. വി ഷുഡ് ഹാവ് ടേൺഡ് ലെഫ്റ്റ്. വലത്തോട്ട് തിരിയുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ടേണിംഗ് റൈറ്റ്. ഒരു കാര്യം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നു എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. സംഭവിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ആ പുഴയിൽ കുളിക്കുന്നത് അപകടമാണെന്ന് നിന്നോട് ആരും പറഞ്ഞില്ല എന്നത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ഇപ്പം ലെങ്തി ആയ ഒരു സെന്റൻസ് ആണ്. എനിക്ക് അത്ഭുതമായി തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ അതിശയിക്കുന്നു. ഐ ആം സർപ്രൈസ്ഡ്. ആ പുഴയിൽ കുളിക്കുന്നത് അപകടമാണ്, അല്ലെങ്കിൽ നീന്തുന്നത് അപകടമാണ്. സ്വിമ്മിങ് ഇൻ ദാറ്റ് റിവർ ഈസ് ഡേഞ്ചറസ്. അത് നിന്നോട് ആരും പറഞ്ഞില്ല. നോബഡി ടോൾഡ് യു. ആക്റ്റീവ് വോയിസിൽ അത് അങ്ങനെ വരും. പാസീവ് വോയിസിലാണെങ്കിൽ യു വേർ ഇൻ ടോൾഡ്. നോബഡി ടോൾഡ് യു എന്നതിന്റെ പാസീവ് ഫോം ആണ് യു വേർ ഇൻ ടോൾഡ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ക്ലോസസ്. സ്വിമ്മിങ് ഇൻ ദാറ്റ് റിവർ ഈസ് ഡേഞ്ചറസ്. ഐ ആം സർപ്രൈസ്ഡ്. എനിക്ക് അതിശയം തോന്നുന്നു. യു വേർ ഇൻ ടോൾഡ്. നിന്നോട് ആരും പറഞ്ഞില്ല, അല്ലെങ്കിൽ നോബഡി ടോൾഡ് യു. ഇനി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണം. ഐ ആം സർപ്രൈസ്ഡ് യു വേർ ഇൻ ടോൾഡ് ദാറ്റ് സ്വിമ്മിങ് ഇൻ ദാറ്റ് റിവർ ഈസ് ഡേഞ്ചറസ്. ആ പുഴയിൽ നീന്തുന്നത് അപകടമാണെന്ന് നിന്നോട് ആരും പറഞ്ഞില്ല എന്നത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ആ 3 ക്ലോസുകളെ നമ്മൾ ജസ്റ്റ് കമ്പൈൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. ഐ എം സർപ്രൈസ്ഡ്, അവിടെയും വേണമെങ്കിൽ നമുക്കൊരു ദാറ്റ് ഉപയോഗിക്കാം. ഐ എം സർപ്രൈസ്ഡ് ദാറ്റ് യു വർ ഇൻ ടോൾഡ് ദാറ്റ് സ്വിമ്മിങ് ഇൻ ദാറ്റ് റിവർ ഈസ് ഡേഞ്ചറസ്.
ഐ എം സർപ്രൈസ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. യു വെറിൻ ടോൾഡ് എന്ന് പറയുമ്പോൾ നിന്നോട് പറഞ്ഞില്ല. നോബഡി ടോൾഡ് യു. അതിന്റെ പാസീവ് ഫോം ആണ് യു വെറിൻ ടോൾഡ്. ആ പുഴയിൽ നീന്തുന്നത് അപകടമാണ്. സ്വിമ്മിങ് ഇൻ ദാറ്റ് റിവർ ഈസ് ഡേഞ്ചറസ്. നിനക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. അതെങ്ങനെ പറയും നമ്മൾ? ആരോ നിന്നെ വാൺ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നീ വാൺ ചെയ്യപ്പെടേണ്ടതായിരുന്നു. അപ്പൊ സബ്ജക്റ്റായി നീ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പാസീവ് വെർബുമാണ് ഉപയോഗിക്കാൻ. സബ്ജക്റ്റായി സംബടിയോ ദേയോ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആക്റ്റീവ് വെർബാണ്. ഇവിടെ നമുക്കത് യു സബ്ജക്റ്റായി വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, യു ഷുഡ് ഹാവ് ബീൻ വാൺഡ്. യു ഷുഡ് ഹാവ് ബീൻ വാൺഡ്. അത് പാസീവ് വോയിസിലാണ്. ഇതിന്റെ സബ്ജക്റ്റ് അവര് അല്ലെങ്കിൽ സംബടി എന്ന രീതിയിലാണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ദേ ഷുഡ് ഹാവ് വാൺഡ് യു എന്നാണ്. ദേ ഷുഡ് ഹാവ് വാൺഡ് യു. അവര് നിനക്ക് താക്കീത് നൽകേണ്ടതായിരുന്നു. ദേ ഷുഡ് ഹാവ് വാൺഡ് യു. അതിന്റെ പാസീവ് ഫോം ആണ് യു ഷുഡ് ഹാവ് ബീൻ വാൺഡ്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സബ്ജക്റ്റ് അവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ സബ്ജക്റ്റായി നീ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, നിനക്കാണ് വാർണിംഗ് ലഭിക്കേണ്ടിയിരുന്നത്, മറ്റാരോ ആണ് തരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് പാസീവ് വെർബാണ്. യു ഷുഡ് ഹാവ് ബീൻ വാൺഡ് അല്ലെങ്കിൽ ദേ ഷുഡ് ഹാവ് വാൺഡ് യു. അവര് നിനക്ക് താക്കീത് നൽകേണ്ടതായിരുന്നു. ലോങ് സെന്റൻസസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ സെന്റൻസസ് കാണുമ്പോൾ ഒരുപക്ഷെ ഇത് എഴുതാൻ സാധിക്കില്ല എന്ന് തോന്നും. അങ്ങനെയില്ല. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ സെന്റൻസസ് ആയി, ഷോർട്ട് ക്ലോസസ് ആയി എഴുതുക. എന്നിട്ട് അതിനുശേഷം കമ്പൈൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമാണ്. ഒരു ലെങ്തി സെന്റൻസ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും ഓരോ ക്ലോസ് ആയിരിക്കും. ആദ്യം ആ ക്ലോസുകൾ ഉണ്ടാക്കുക, പിന്നെ ആ ക്ലോസുകളെ അപ്രോപ്രിയേറ്റ് ആയ കൺജങ്ഷൻസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇന്ന് വൈകുന്നേരം എൻ്റെ അമ്മമ്മയെ വിളിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. ഞാൻ പ്രോമിസ് ചെയ്തു. ഐ പ്രോമിസ്ഡ്. പ്രോമിസിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. എന്താ പ്രോമിസ് ചെയ്തത്? അമ്മമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദറിനെ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. I promised that I would call my grandmother this evening. That clause ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് would ആണ്. കാരണം മെയിൻ ക്ലോസിൽ ഉപയോഗിച്ച വെർബ് പ്രോമിസ്ഡ് പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്നതും പാസ്റ്റ് ടെൻസസ് തന്നെയായിരിക്കും. വില്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് പകരം would ഉപയോഗിക്കണം. I promised that. ദാറ്റ് അവിടെ നിർബന്ധമില്ല, ദാറ്റ് ഓപ്ഷണൽ ആണ്. ഐ പ്രോമിസ് ദാറ്റ് ഐ വുഡ് കോൾ മൈ ഗ്രാൻഡ് മദർ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അമ്മമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഐ പ്രോമിസ് ടു കോൾ മൈ ഗ്രാൻഡ് മദർ ദിസ് ഈവനിങ്. ടു ഇൻഫിനിറ്റീവ് നമുക്ക് ഉപയോഗിക്കാം. ഐ പ്രോമിസ് ടു കോൾ മൈ ഗ്രാൻഡ് മദർ ദിസ് ഈവനിങ്. ഞാൻ മറക്കാൻ പാടില്ല. ഐ മസ്റ്റ് നോട്ട് ഫോർഗെറ്റ്. ഞാൻ വാക്ക് കൊടുത്തതാണ് വിളിക്കാമെന്ന്, ഞാനത് മറക്കാൻ പാടില്ല. ഇവിടെ സ്ട്രോങ് ആയ ഒരു ഒബ്ലിഗേഷൻ ആണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഐ മസ്റ്റ് നോട്ട് ഫോർഗെറ്റ്. ഞാനത് മറക്കാൻ പാടില്ല. നീ ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്. യു ഹാവ് സൈൻഡ് ദാറ്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ ദ കോൺട്രാക്ട്. ഇനി അത് മാറ്റാനാവില്ല. നിനക്ക് മാറ്റാനാവില്ല എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വെർബ്. അത് ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വെർബ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ് നൗ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് നൗ എന്ന് പറയാം. യു കനോട്ട് ചേഞ്ച് ഇറ്റ് എന്നതിന്റെ പാസീവ് ഫോം ആണ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പാസീവ് വെർബാണ്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഇറ്റ്, അത് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. ആ കോൺട്രാക്റ്റ് ആണ് ഇവിടെ ഇറ്റ്. സബ്ജക്റ്റായി നമ്മൾ വരുന്ന സമയത്ത്, യു വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ആക്റ്റീവ് വെർബാണ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ് നൗ. കനോട്ട് ചേഞ്ചിന്റെ പാസീവ് ഫോം ആണ് കനോട്ട് ബി ചേഞ്ച്ഡ്. മോഡൽ വെർബ്സിന്റെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ആ മോഡൽ വെർബിന് ശേഷം ബി പ്ലസ് V3 ഉപയോഗിച്ചാണ്. നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ വാട്ട് യു ആർ സെയിങ് ആണ്. ഒരു പക്ഷേ ശരിയായിരിക്കാം എന്ന് പറയുമ്പോൾ മേ ബി റൈറ്റ് അല്ലെങ്കിൽ മൈറ്റ് ബി റൈറ്റ്. നമുക്കിത് യു മേ ബി റൈറ്റ് എന്ന് പറഞ്ഞാലും മതി. യു മേ ബി റൈറ്റ് അല്ലെങ്കിൽ യു മൈറ്റ് ബി റൈറ്റ്. വാട്ട് യു ആർ സെയിങ് മേ ബി റൈറ്റ് അങ്ങനെയും പറയാം. അത് എഴുതിയതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ്. വാട്ട് യു ആർ സെയിങ് മേ ബി റൈറ്റ് അല്ലെങ്കിൽ മൈറ്റ് ബി റൈറ്റ്. എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. ഇവിടെ മേ ഉപയോഗിച്ചാലും മൈറ്റ് ഉപയോഗിച്ചാലും കുഡ് ഉപയോഗിച്ചാലും എല്ലാം ശരി തന്നെയാണ്. ഈ മോഡൽ വെർബ്സ് എല്ലാം ഈ കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്. നമ്മൾ ഏത് മോഡൽ വെർബ് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യം സത്യമാവാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള സാധ്യത കൂടിയും കുറഞ്ഞു ഇരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. പലപ്പോഴും നമുക്ക് മേ, മൈറ്റ്, കുഡ്, മസ്റ്റ് ഇതെല്ലാം ഒരേ കാര്യം പറയാൻ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പറയുന്നതിന്റെ ആ സാധ്യത കൂടിയും കുറഞ്ഞു ഇരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. വില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. മേ അതിനേക്കാൾ കുറച്ച് സാധ്യതയെ കാണിക്കുന്നുള്ളൂ. മൈറ്റും കുഡും വളരെ കുറവ് സാധ്യതയാണ് കാണിക്കുന്നത്. മസ്റ്റ് നമ്മൾ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ മസ്റ്റിന് പകരം ഷുഡും ഉപയോഗിക്കും. നീ ഇത്ര അധികം ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു.
ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നത് നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചാണ്. ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി, പക്ഷെ അത്രയും ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. യു നീഡ് നോട്ട് ഹാവ് കുക്ക്ഡ് സോ മച്ച് ഫുഡ്. യു നീഡ് നോട്ട് ഹാവ് കുക്ക്ഡ് സോ മച്ച് ഫുഡ്. ഇവിടെ നീഡിന് പകരം ഷുഡ് ഉപയോഗിക്കുമ്പോൾ മീനിങ്ങിൽ ഡിഫറൻസ് വരും. യു ഷുഡ് നോട്ട് ഹാവ് കുക്ക്ഡ് സോ മച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ നീ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നാണ്, ചെയ്യരുതായിരുന്നു എന്നാണ്. നീഡ് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യമില്ലായിരുന്നു. ആർക്കും വിശപ്പില്ലായിരുന്നു. നോബഡി വാസ് ഹംഗ്രി. ഇവിടെയും നമ്മൾ പറയുന്നത് പാസ്റ്റിലെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. നേരത്തെ എപ്പോഴും ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി, പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ മോഡൽ വെർബിന് ശേഷം നമ്മൾ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഏത് മോഡൽ വെർബ് ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അതിനുശേഷം നമ്മൾ എന്ത് സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുന്നത് എന്നത്. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാവ് പ്ലസ് V3 തന്നെ വേണം ഉപയോഗിക്കാൻ. പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ബി, പിന്നെ അതിന് അപ്രോപ്രിയേറ്റ് ആയി മറ്റെന്തെങ്കിലും സ്ട്രക്ചർ അതിനുശേഷം വരും. അങ്ങനെ വേണം ഉപയോഗിക്കാൻ. ആർക്കും വിശപ്പില്ലായിരുന്നു. നോബഡി വാസ് ഹംഗ്രി. നീ ഇപ്പോൾ ലഞ്ച് കഴിച്ചതേ ഉള്ളൂ. റീസെന്റ് കൺക്ലൂഡഡ് ആയ ഇവന്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, ഇപ്പൊ ചെയ്തതേ ഉള്ളൂ എന്നെല്ലാം പറയാൻ പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് എന്ന അഡ്വർബ് കൂടി ഉപയോഗിക്കും. യു ഹാവ് ജസ്റ്റ് ഈറ്റൻ അല്ലെങ്കിൽ യു ഹാവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. യു ഹാവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. നീ ഇപ്പൊ ലഞ്ച് കഴിച്ചതേ ഉള്ളൂ. യു ഹാവ് ജസ്റ്റ് ഈറ്റൻ എന്നും പറയാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. നിനക്ക് ഇപ്പോൾ തന്നെ വിശക്കാൻ ഒരു വഴിയുമില്ല. അത് ഇംപോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. സാധ്യമാണ് എന്ന് പറയാൻ നമ്മൾ മേ ഉപയോഗിക്കും, മൈറ്റ് ഉപയോഗിക്കും, കുഡ് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. മേ കൂടുതൽ സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു കാര്യം സാധ്യമല്ല, എന്തായാലും അത് നടക്കില്ല എന്ന് ഉറപ്പായി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കനോട്ട് ആണ്. യു കനോട്ട് ബി ഹംഗ്രി ഓൾറെഡി. ഇപ്പോൾ തന്നെ നിനക്ക് വിശക്കാൻ ഒരു സാധ്യതയുമില്ല, അത് ഇംപോസിബിൾ ആണ്. ഇപ്പൊ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ഇപ്പൊ തന്നെ വീണ്ടും വിശക്കാൻ എന്തായാലും സാധ്യതയില്ല. ഇങ്ങനെ ഒരു കാര്യം ഇംപോസിബിൾ ആണ് എന്ന് പറയാൻ കനോട്ട് തന്നെ ഉപയോഗിക്കാം. പോസിബിൾ ആണ് എന്ന് പറയാൻ അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ക്യാൻ യൂസ് ചെയ്യില്ല. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ പറയുന്നത് മേ, മൈറ്റ്, കുഡ്, വേണമെങ്കിൽ വില്ലും ഉപയോഗിച്ചാണ്. ക്യാൻ നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലും മാത്രമാണ്. അഫർമേറ്റീവ് സെന്റൻസസിൽ ഉപയോഗിക്കില്ല. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇംപോസിബിൾ ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചത് ക്യാൻ ആണ്. യു കനോട്ട് ബി ഹംഗ്രി ഓൾറെഡി. ഇപ്പൊ തന്നെ നിനക്ക് വിശക്കാൻ ഒരു സാധ്യതയും ഇല്ല. അവന്റെ റൂമിൽ ലൈറ്റ് ഇല്ല. ദർ ഈസ് നോ ലൈറ്റ് ഇൻ ഹിസ് റൂം. എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ദർ ഈസ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ദർ ആർ ഉപയോഗിച്ചാണ്. അവന്റെ റൂമിൽ ലൈറ്റ് ഇല്ല. ഇവിടെയൊന്നും പ്രോപ്പർ ആയ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തത് കാരണമാണ് നമ്മൾ ആ സെന്റൻസ് ദർ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ദർ ഈസ് നോ ലൈറ്റ് ഇൻ ഹിസ് റൂം. അവൻ കിടന്നിട്ടുണ്ടാവണം. അവൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാവണം. ലൈറ്റ് ഇല്ലാത്തത് കാരണം ഇതൊരു ലോജിക്കലായ കൺക്ലൂഷൻ ആണ്. റൂമിൽ ലൈറ്റ് ഇല്ല, അപ്പോൾ ആള് ഒരുപക്ഷെ കിടന്നിട്ടുണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് ഗോൺ ടു ബെഡ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ മേ ഉപയോഗിച്ച തെറ്റല്ല. മേയോ മൈറ്റോ കുഡോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയത് മസ്റ്റ് ആണ്. കാരണം ലൈറ്റ് ഇല്ല എന്ന ഒരു ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ കിടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവണം എന്ന കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നത്. ലോജിക്കലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പൊതുവെ മസ്റ്റ് ആണ് ഉപയോഗിക്കുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഹി മസ്റ്റ് ഹാവ് ഗോൺ ടു ബെഡ്. അവൻ കിടന്നിട്ടുണ്ടാവണം. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവനെ കണ്ടത്. ഞാൻ അവനെ അവസാനം കണ്ടത് കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. The last time I met him was years ago അല്ലെങ്കിൽ I last saw him years ago. രണ്ട് രീതിയിലും പറയാം. ഇപ്പോഴവനെ കണ്ടാൽ ഞാൻ തിരിച്ചറിയില്ല. ഇതൊരു ഇമാജിനറി ആയ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ആളെ കണ്ടിട്ടൊന്നുമില്ല, നമ്മൾ ഊഹിക്കുകയാണ്. ഇപ്പൊ കാണുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയില്ല. കാണാൻ എത്ര കണ്ട് സാധ്യത ഉണ്ട് അതൊന്നും വ്യക്തമായി പറയുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് സംഭവിക്കാൻ സാധ്യത കുറവുള്ള എന്നാൽ റിയൽ ആയതുമായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറയാം. ഐ വുഡിൻ റെക്കഗ്നൈസ് ഹിം ഇഫ് ഐ സോ ഹിം നൗ. ഇപ്പൊ അവനെ കാണുകയാണെങ്കിൽ ഞാൻ അവനെ തിരിച്ചറിയാനുള്ള സാധ്യത കുറവാണ്. ഐ വുഡിൻ റെക്കഗ്നൈസ് ഹിം. ടൈപ്പ് 2 കണ്ടീഷണൽ ആണ് ഇവിടെ ഉപയോഗിച്ചത്. ടൈപ്പ് 1 ആണെങ്കിൽ നമ്മൾ പറയുക ഐ വിൽ നോട്ട് റെക്കഗ്നൈസ് ഹിം ഇഫ് ഐ സീ ഹിം നൗ എന്നാണ്. അത് സംഭവിക്കാൻ ഒരുപാട് സാധ്യത കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് സാധ്യത വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ടൈപ്പ് 2 കണ്ടീഷണലിൽ നമ്മൾ ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന വുഡ് പ്ലസ് V1 ആണ്. സ്ഫോടനം നല്ല ഉച്ചത്തിലായിരുന്നു. ദി എക്സ്പ്ലോഷൻ വാസ് വെരി ലൗഡ്. നീ അത് കേട്ടിട്ടുണ്ടാവണം. നല്ല ഉച്ചത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായാൽ നമ്മൾ തീർച്ചയായും അത് കേട്ടിട്ടുണ്ടായിരിക്കണം. കേൾക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ അവിടെ സത്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത് മസ്റ്റ് ആണ്.
ദ എക്സ്പ്ലോഷൻ വാസ് വെരി ലൗഡ്. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഇറ്റ്. നീ അത് കേട്ടിട്ടുണ്ടാവണം. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഇറ്റ്. യു മേ ഹാവ് ഹേർഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ കേട്ടിട്ടുണ്ടാവാം എന്നാണ്. മേക്ക് പകരം മൈറ്റോ കുഡോ ഉപയോഗിക്കുമ്പോൾ ആ സാധ്യത പിന്നെയും കുറഞ്ഞു. പക്ഷെ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് നല്ല ഉച്ചത്തിലുള്ള എക്സ്പ്ലോഷൻ ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ്. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഇറ്റ്. നീ അത് കേട്ടിട്ടുണ്ടാവണം. കഴിഞ്ഞ ആഴ്ച അവരുടെ പാർട്ടിക്ക് ഞാൻ നിന്നെ കണ്ടില്ല. ഞാൻ നിന്നെ കണ്ടില്ല. ഐ ഡിഡിന്റ് സീ യു. അവരുടെ പാർട്ടിക്ക് അറ്റ് ദെയർ പാർട്ടി. കഴിഞ്ഞയാഴ്ച ലാസ്റ്റ് വീക്ക്. ടൈം എക്സ്പ്രഷൻ പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. നമുക്ക് ആ ടൈം എക്സ്പ്രഷനിൽ കൂടുതൽ എംഫസിസ് വേണമെങ്കിൽ നമുക്ക് അതിനെ സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കാം. ഐ ഡിഡിന്റ് സീ യു അറ്റ് ദെയർ പാർട്ടി ലാസ്റ്റ് വീക്ക്. ഞാൻ കണ്ടില്ല. എനിക്ക് ആ രാത്രി ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നെല്ലാം പറയാൻ ഹാഡ് ടു ഉപയോഗിക്കാം. എനിക്ക് ആ രാത്രി ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു വർക്ക് ദാറ്റ് നൈറ്റ്. അതുകൊണ്ട് എനിക്ക് പോവാൻ കഴിഞ്ഞില്ല. സോ ഐ കുഡിന്റ് ഗോ. 6 മണിയായി, അവൾ ഇനിയും വന്നിട്ടില്ല. ഇറ്റ് ഈസ് 6 o'clock ആൻഡ് ഷീ ഹാസൻറ്റ് അറൈവ്ഡ് അറ്റ്. അവൾ ഇനിയും വന്നിട്ടില്ല. അവൾക്ക് ട്രെയിൻ നഷ്ടമായിട്ടുണ്ടായിരിക്കാം. അവൾ വരാതിരിക്കുന്നതിന് കാരണം ട്രെയിൻ കിട്ടാതെ പോയതായിരിക്കും. നമുക്ക് ട്രെയിൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബസ് നഷ്ടപ്പെട്ടു, ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് മിസ്സാണ്, ലോസ് അല്ല. അവൾക്ക് ട്രെയിൻ നഷ്ടമായിട്ടുണ്ടായിരിക്കാം. ഷീ മേ ഹാവ് മിസ്ഡ് ഹെർ ട്രെയിൻ, അല്ലെങ്കിൽ മിസ്ഡ് ദ ട്രെയിൻ. ഷീ മേ ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. ഷീ മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. ഷീ മൈറ്റ് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. പക്ഷെ അപ്പൊ സാധ്യത വളരെ കുറഞ്ഞുപോയി. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മേക്ക് ശേഷം ഉപയോഗിക്കുന്ന ഹാവ് പ്ലസ് V3 ആണ്. കഴിഞ്ഞയാഴ്ച അവരുടെ ആ പാർട്ടിക്ക് നിന്നെ ഞാൻ കണ്ടതായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ഐ തിങ്ക്. നിന്നെ ഞാൻ കണ്ടു. ഐ സോ യു. അവരുടെ പാർട്ടിക്ക് അറ്റ് ദെയർ പാർട്ടി ലാസ്റ്റ് വീക്ക്. ഐ തിങ്ക് ഐ സോ യു അറ്റ് ദെയർ പാർട്ടി ലാസ്റ്റ് വീക്ക്. ഇല്ല. നോ. നീ എന്നെ കാണാൻ വഴിയില്ല. അത് ഇമ്പോസിബിൾ ആണ്. എന്തായാലും അത് സംഭവിക്കില്ല. ഇതെങ്ങനെ പറയും? നീ എന്നെ കാണാൻ വഴിയില്ല. നീ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. നോ യു കനോട്ട് ഹാവ് സീൻ മീ, അല്ലെങ്കിൽ കുഡിൻ ഹാവ് സീൻ മീ. നമുക്കിവിടെ ക്യാനിന് പകരം കുഡും ഉപയോഗിക്കാം. യു കനോട്ട് ഹാവ് സീൻ മീ. നീ എന്നെ കണ്ടിട്ടുണ്ടാവാൻ ഒരു വഴിയുമില്ല. ഞാൻ ആ പാർട്ടിക്ക് പോയില്ല. ഐ ഡിഡിൻ ഗോ ടു ദാറ്റ് പാർട്ടി. ഐ ഡിഡിൻ ഗോ ടു ദെയർ പാർട്ടി, അല്ലെങ്കിൽ ദാറ്റ് പാർട്ടി. അപ്പൊ നീ എന്നെ കണ്ടിട്ടുണ്ടാവാൻ ഒരു വഴിയുമില്ല. അത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് കനോട്ട് ഹാവ് സീൻ ആണ്. നമുക്ക് വേണമെങ്കിൽ കുഡിൻ ഹാവ് സീനും ഇവിടെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് നമ്മൾ പറയുന്നത് കനോട്ട് ഉപയോഗിച്ചാണ് എന്ന്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിയും. ഇത് ഫ്യൂച്ചർ എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഫ്യൂച്ചർ എബിലിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലുള്ള ജനറൽ എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഇൻ എ ഫ്യൂ മന്ത്സ്, നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് സാധിക്കും. ഐ ക്യാൻ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് അല്ല, ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ ഫ്യൂ മന്ത്സ്. ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ ഫ്യൂ മന്ത്സ്. വിൽ ബി ഏബിൾ ടു നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ ഫ്യൂ മന്ത്സ്. ഇവിടെ ക്യാൻ ഉപയോഗിക്കരുത്. ഐ ക്യാൻ സ്പീക്ക് എന്നല്ല നമ്മൾ പറയുന്നത്, ഐ വിൽ ബി ഏബിൾ ടു എന്ന് തന്നെയാണ്. എത്ര പ്രോബ്ലംസ് നിനക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു? 10 പ്രോബ്ലംസ് കൊടുത്തു എന്ന് കരുതാം. അതിൽ നമുക്ക് 5 എണ്ണം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതാം. അത് നമ്മൾ എങ്ങനെയാ പറയാ? ഐ കുഡ് സോൾവ് 5 പ്രോബ്ലംസ് എന്നാണോ പറയേണ്ടത്? അങ്ങനെയല്ല നമ്മൾ പറയാ ഐ വാസ് ഏബിൾ ടു സോൾവ് 5 പ്രോബ്ലംസ് എന്നാണ്. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നമുക്ക് ജനറൽ ആയുള്ള എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതായത് നമുക്ക് ഏതോ ഒരു സമയത്ത് പതിവായി അല്ലെങ്കിൽ പൊതുവായി ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ചെറുപ്പമായിരുന്ന സമയത്ത് 10 മൈൽ ഓടാൻ കഴിയുമായിരുന്നു എന്ന് കരുതും. ഇത് നമ്മളെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് പതിവായി ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ നോർമലി കുഡ് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക വാസ് ഏബിൾ ടു ആണ്, അല്ലെങ്കിൽ വേർ ഏബിൾ ടു ആണ്. അപ്പൊ എനിക്ക് 5 പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയാ ഐ വാസ് ഏബിൾ ടു സോൾവ് 5 പ്രോബ്ലംസ് എന്നാണ്. ഐ കുഡ് സോൾവ് 5 പ്രോബ്ലംസ് എന്നല്ല നമ്മൾ നോർമലി പറയാം. കാരണം ഇതൊരു പർട്ടിക്കുലർ ഒക്കേഷനിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. പക്ഷെ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് നെഗറ്റീവ് സെന്റൻസസിൽ കുഡിന്റെ എല്ലായ്പ്പോഴും ഉപയോഗിക്കാം. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ആണ്. എത്ര പ്രോബ്ലംസ് നിനക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു? ഹൗ മെനി പ്രോബ്ലംസ് കുഡ് യു സോൾവ് അല്ല, വേർ യു ഏബിൾ ടു സോൾവ്.
ഹൗ മെനി പ്രോബ്ലംസ് were യു ഏബിൾ ടു സോൾവ്? എത്ര പ്രോബ്ലംസ് നിനക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു? എനിക്ക് 5 എണ്ണം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ വാസ് ഏബിൾ ടു സോൾവ് 5 പ്രോബ്ലംസ്. എന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ഫുട്ട് അല്ലെങ്കിൽ മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ്. രണ്ട് രീതിയിലും പറയാം. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ഫുട്ട് അല്ലെങ്കിൽ മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ്. മൈ ഫുട്ട് ഹാഡ് ബീൻ ഇഞ്ചേർഡ് എന്നും പറയാം. എന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. കാലിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് വീട്ടിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്പം വിഷമിച്ച് ഈ കാര്യം ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ നോർമലി മാനേജ് ടു ആണ് ഉപയോഗിക്കുക. സക്സീഡ് ഇൻ എന്നും വേണമെങ്കിൽ പറയാം. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ഫുട്ട് ബട്ട് ഐ സ്റ്റിൽ മാനേജ് ടു വാക്ക് ഹോം. വീട്ടിലേക്ക് എനിക്ക് നടക്കാൻ കഴിഞ്ഞു. ഇവിടെ കുഡ് ഉപയോഗിക്കില്ല. ബട്ട് ഐ സ്റ്റിൽ കുഡ് വർക്ക് ഹോം എന്ന് നമ്മൾ നോർമലി പറയില്ല. നമ്മളൊരു കാര്യം അല്പം വിഷമിച്ച് ബുദ്ധിമുട്ടി എങ്ങനെയോ ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ മാനേജ് ടു ആണ്. വേണമെങ്കിൽ നമുക്കിവിടെ സക്സീഡഡ് ഇൻ എന്നും പറയാം. ദിവസങ്ങളോളം ആ പരിസരം മുഴുവൻ തിരഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പൂച്ചയെ കണ്ടെത്തി. ആ പരിസരം മുഴുവൻ എന്നതിന് നമുക്ക് ദ എൻറ്റയർ നെയ്ബർഹുഡ് എന്ന് പറയാം. ഐ സെർച്ച്ഡ് ദ എൻറ്റയർ നെയ്ബർഹുഡ് ഫോർ ഡേയ്സ്. ദിവസങ്ങളോളം ഞാൻ ആ പരിസരം മുഴുവൻ തിരഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ പൂച്ചയെ കണ്ടെത്തി. ആഫ്റ്റർ സെർച്ചിങ് ദ എൻറ്റയർ നെയ്ബർഹുഡ് ഫോർ ഡേയ്സ് ഐ മാനേജ് ടു ഫൈൻഡ് മൈ ക്യാറ്റ്. ആഫ്റ്റർ സെർച്ചിങ് ദ എൻറ്റയർ നെയ്ബർഹുഡ് ഫോർ ഡേയ്സ്. ദിവസങ്ങളോളം ആ പരിസരം മുഴുവൻ തിരഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പൂച്ചയെ കണ്ടെത്തി. ഐ മാനേജ് ടു ഫൈൻഡ് മൈ ക്യാറ്റ്. ഐ ഫൗണ്ട് മൈ ക്യാറ്റ് എന്ന് പറയാം. ഞാൻ കണ്ടെത്തി എന്ന അർത്ഥമാണ് അതിനും. ഐ മാനേജ് ടു ഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതുകൂടി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാനേജ് ടു ഫൈൻഡ് എന്ന എക്സ്പ്രഷൻ അവിടെ ഉപയോഗിക്കുന്നത്. ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് മൈ മിസ്സിംഗ് ക്യാറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. എനിക്ക് ജയിക്കാനാവില്ലായിരുന്നു. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. കഴിയില്ലായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കുഡിൻ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ജയിക്കാൻ കഴിയില്ലായിരുന്നു. ഐ കുഡിൻ ഹാവ് വൺ. അതുകൊണ്ട് ഞാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തില്ല. സോ ഐ ഡിഡിൻ റൺ ദ റേസ്. ഐ കുഡിൻ ഹാവ് വൺ സോ ഐ ഡിഡിൻ റൺ ദ റേസ്. അതുകൊണ്ട് ഞാൻ ഓടിയില്ല. ഐ ഡിഡിൻ ടേക്ക് പാർട്ട് ഇൻ ദ റേസ് എന്നും പറയാം. ഐ കുഡിൻ ഹാവ് വൺ സോ ഐ ഡിഡിൻ റൺ ദ റേസ്. ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് പറയാൻ കുഡിൻ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. അവൾ എവിടെയാവും പോയിട്ടുണ്ടാവുക? സാധ്യതയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാൻ ഉപയോഗിക്കാം. അഫർമേറ്റീവ് സെന്റൻസസിലാണ് സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ മേയും മൈറ്റും ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാനും കുഡും ഉപയോഗിക്കാം. അവൾ എവിടെയാവും പോയിട്ടുണ്ടാവുക? വേർ ക്യാൻ ഷീ ഹാവ് ഗോൺ അല്ലെങ്കിൽ വേർ കുഡ് ഷീ ഹാവ് ഗോൺ. വേർ ക്യാൻ ഷീ ഹാവ് ഗോൺ. അവൾ ജോലിക്ക് പോവാൻ വഴിയില്ല. നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെയും നമുക്ക് സാധ്യതയെ കുറിച്ച് പറയാൻ ക്യാൻ ഉപയോഗിക്കാം. ഷീ കനോട്ട് ഹാവ് ഗോൺ ടു വർക്ക് അല്ലെങ്കിൽ ഷീ കുഡിൻ ഹാവ് ഗോൺ ടു വർക്ക്. ഇറ്റ് ഈസ് സൺഡേ. ഇന്ന് സൺഡേ ആണ്. ഇറ്റ് ഈസ് സൺഡേ ടുഡേ. വേർ ക്യാൻ ഷീ ഹാവ് ഗോൺ. അവൾ എവിടെയാവും പോയിട്ടുണ്ടായിരിക്കുക? ഷീ കനോട്ട് ഹാവ് ഗോൺ ടു വർക്ക്. ജോലിക്ക് പോയിട്ടുണ്ടാവാൻ എന്തായാലും സാധ്യതയില്ല. അത് ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് സൺഡേ ടുഡേ. ഇന്ന് സൺഡേ ആണ്. ക്വസ്റ്റ്യനിലും നെഗറ്റീവ് സെന്റൻസിലും സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മേയും മൈറ്റും ആണ്. ചിലപ്പോൾ നമ്മൾ കുഡ് ഉപയോഗിക്കും. വാതിലിന്റെ അവിടെ ആരാണ്? ഹു ഈസ് ദർ അറ്റ് ദ ഡോർ. അത് പോസ്റ്റ്മാൻ ആയിരിക്കണം. ആയിരിക്കാം എന്നല്ല പറയുന്നത്, ആയിരിക്കണം എന്നാണ്. ഇപ്പൊ സാധാരണ 4 മണിക്ക് പോസ്റ്റ്മാൻ വരാറുണ്ട് എന്ന് വരുക. ഇന്നിപ്പോ 4 മണിയാണ് സമയം. അങ്ങനെ ആവുമ്പോൾ വാതിലിന്റെ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മാൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. സാധാരണ ആ സമയത്ത് വരുന്ന ആളാണെങ്കിൽ ഇന്നും ആ സമയത്ത് അവിടെ ഒരാൾ വരുമ്പോൾ അത് അയാളായിരിക്കാനാണ് സാധ്യത. ഇതുപോലുള്ള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ദ പോസ്റ്റ്മാൻ. അത് പോസ്റ്റ്മാൻ ആയിരിക്കണം. ഇറ്റ് മേ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കാം എന്നാണ്. ഇറ്റ് മൈറ്റ് ബി എന്ന് പറയുമ്പോൾ സാധ്യത കുറഞ്ഞുപോയി. ഇവിടെ നമ്മൾ ഹാവ് ബീൻ അല്ല ഉപയോഗിക്കുന്നത്. മൈറ്റിന് ശേഷം അല്ലെങ്കിൽ മസ്റ്റിന് ശേഷം ബി ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നത് പ്രസന്റിനെ കുറിച്ചാണ്. പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മോഡൽ വെർബിന് ശേഷം നമ്മൾ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ദ പോസ്റ്റ്മാൻ. ഇവിടെ നമുക്ക് ക്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് സാധ്യതയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അഫർമേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നോർമലി നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. പക്ഷെ ക്യാനിന് ശേഷം ഓൺലി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻ ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ഓൺലി ബി ദ പോസ്റ്റ്മാൻ. അത് പോസ്റ്റ്മാൻ അല്ലാതെ വേറെ ആരും ആവാൻ സാധ്യതയില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ദ പോസ്റ്റ്മാൻ. ഓൺലി എന്ന അഡ്വർബിന്റെ കൂടെ അഫർമേറ്റീവ് സെന്റൻസസിലും സാധ്യതയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം.
എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അതായത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ക്യാൻ എല്ലാ സെന്റൻസസിലും യൂസ് ചെയ്യാം. സാധ്യതയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ അഫർമേറ്റീവ് സെന്റൻസസിലെ ക്യാൻ ഉപയോഗിക്കാത്തത്. നീ എന്തുകൊണ്ടാണ് ആ ബോട്ടിൽ ജനലിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്? Why did you throw that bottle out of the window? ആർക്കെങ്കിലും പരിക്ക് പറ്റാമായിരുന്നു. നീ അത് എറിഞ്ഞ സമയത്ത് ആ ബോട്ടിൽ ആരുടെയെങ്കിലും ദേഹത്ത് കൊള്ളുമായിരുന്നു. അവർക്ക് പരിക്ക് സംഭവിക്കാമായിരുന്നു. ആർക്കെങ്കിലും എന്നതിന് നമുക്ക് somebody എന്ന് പറയാം. അവരെന്തായാലും ഇവിടെ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് പരിക്ക് സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ somebody സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമുക്ക് വേണ്ടത് പാസീവ് വെർബാണ്. Somebody could have been injured. Somebody could have been injured. ആർക്കെങ്കിലും പരിക്ക് പറ്റാമായിരുന്നു. നീ ആർക്കെങ്കിലും പരിക്കിന് കാരണമാവുമായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് വേണ്ടത് ആക്റ്റീവ് വെർബാണ്. You could have injured somebody. നീ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്നതിന് കാരണമാവുമായിരുന്നു. ആ ബോട്ടിൽ പുറത്തേക്ക് എറിയുന്ന സമയത്ത് You could have injured somebody. നീ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്നതിന് കാരണമാവുമായിരുന്നു. You could have injured എന്നത് ആക്റ്റീവ് വോയിസിലാണ്. അതിന്റെ പാസീവ് ഫോം ആണ് somebody could have been injured എന്നത്. സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ ആക്റ്റീവ് വെർബ് ഉപയോഗിക്കുന്നതും പാസീവ് വെർബ് ഉപയോഗിക്കുന്നതും. സബ്ജക്റ്റ് ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആക്റ്റീവ് വെർബ് ഉപയോഗിക്കുക, അല്ലാത്ത സാഹചര്യങ്ങളിൽ പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. അവൾ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാൻ ഒരു വഴിയുമില്ല, ഒരു സാധ്യതയുമില്ല, ഇമ്പോസിബിൾ ആണ് എന്നർത്ഥം. She cannot have recognized you. അവൾ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ഷീ കനോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു. ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ കനോട്ട് ഉപയോഗിക്കാം. നീ ഒരുപാട് മാറിയിരിക്കുന്നു. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നമുക്ക് കനോട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല, കുഡ് നോട്ട് ഉപയോഗിക്കാം ഇമ്പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി. ഷീ കനോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു അല്ലെങ്കിൽ ഷീ കുഡിൻ ഹാവ് റെക്കഗ്നൈസ്ഡ് യു. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നീ ഒരുപാട് മാറിയിരിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കുക. കർട്ടന് പിന്നിൽ എന്തോ ഇളകുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഐ സോ. എന്തോ ഇളകുന്നത്. സംതിങ് മൂവിങ്. കർട്ടന് പിന്നിൽ. ബിഹൈൻഡ് ദ കർട്ടൻ. ഐ സോ സംതിങ് മൂവിങ് ബിഹൈൻഡ് ദ കർട്ടൻ. ഐ സോ എന്ന വെർബ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് നേരത്തെ എപ്പോഴോ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഇപ്പൊ ഇളകുന്നത് കാണുന്നുണ്ട് എന്നല്ല പറയുന്നത്. സമയം ശ്രദ്ധിക്കണം, പാസ്റ്റ് ആണ്. അത് ആ പൂച്ച ആയിരുന്നിരിക്കാം. നമ്മൾ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നേരത്തെയാണ് കണ്ടത്, സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആണ്. അപ്പൊ അത് കേൾക്കുന്നയാൾ പറയുന്നത് അത് പൂച്ച ആയിരുന്നിരിക്കാം എന്നാണ്. പൂച്ച ആയിരിക്കാം എന്നല്ല. ആ ഇളകുന്നത് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പൂച്ചയായിരുന്നിരിക്കാം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ദ ക്യാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് മേ ഹാവ് ബീൻ ദ ക്യാറ്റ്, ഇറ്റ് കുഡ് ഹാവ് ബീൻ ദ ക്യാറ്റ്, ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ദ ക്യാറ്റ്. ഇതെല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച ആയിരുന്നിരിക്കണം. മേ ഹാവ് ബീൻ ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച ആയിരുന്നിരിക്കാം. പ്രസന്റിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പറയുക മസ്റ്റ് ബി അല്ലെങ്കിൽ മേ ബി ആണ്. ഇറ്റ് മേ ബി ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച ആയിരിക്കാം. ഇറ്റ് മേ ഹാവ് ബീൻ ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച ആയിരുന്നിരിക്കാം. പാസ്റ്റിൽ എപ്പോഴും ഉള്ളൊരു സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റിനെ കുറിച്ച് പറയാൻ മോഡൽ വെർബിന് ശേഷം ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. ഇവിടെ ഒരു സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് പ്ലസ് ബീൻ ആണ്. അവൾ എന്നോട് ചിരിച്ചില്ല. ഷീ ഡിഡിൻ സ്മൈൽ അറ്റ് മീ. അവൾ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അവൾക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഷീ മെ നോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു. ഷീ മെ നോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു. ഷീ കനോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു എന്ന് പറയുമ്പോൾ അവൾ എന്തായാലും നിന്നെ തിരിച്ചറിയില്ല എന്നാണ്. ഷീ മെ നോട്ട് ഹാവ് റെക്കഗ്നൈസ്ഡ് യു എന്ന് പറയുമ്പോൾ തിരിച്ചറിയാനുള്ള സാധ്യത കുറവാണ്. കനോട്ട് നമ്മൾ ഇമ്പോസിബിലിറ്റിയെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. മെനോട്ട് നമ്മൾ ആ ഒരു പ്രോബബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അവന് ബുദ്ധി ഉണ്ടായിരിക്കാം, പക്ഷെ അവന് സാമാന്യ ബോധം കാര്യമായിട്ടില്ല. ബുദ്ധി എന്നതിന് നമുക്ക് ഇന്റലിജൻസ് എന്ന് പറയാം. ബുദ്ധിയുള്ളവൻ എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ്, വേണമെങ്കിൽ ക്ലവർ എന്ന് ഉപയോഗിക്കാം. ക്ലവർ എന്ന് പറയുമ്പോൾ ആക്ച്വലി കൗശലമാണ്. ഞാനിവിടെ എഴുതിയത് പക്ഷെ ക്ലവർ ആണ്. അവന് ബുദ്ധി ഉണ്ടായിരിക്കാം. ഹി മേ ബി ക്ലവർ അല്ലെങ്കിൽ ഹി മേ ബി ഇന്റലിജന്റ്, പക്ഷെ അവന് സാമാന്യ ബോധം കാര്യമായില്ല. But he hasn't got much common sense. He may be clever, but he hasn't got much common sense. അവന് കാര്യമായ കോമൺ സെൻസ് ഇല്ല. ക്ലവർ ആയിരിക്കാം, പക്ഷെ അത്ര കോമൺ സെൻസ് അവനില്ല. ലൈബ്രറിക്ക് പുറത്തേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. സബ്ജക്റ്റായി ബുക്സ് വരുന്ന സമയത്ത് പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ, കാരണം ബുക്സ് ഒന്നും ചെയ്യുന്നില്ല.
സബ്ജക്റ്റ് ആയ സ്റ്റുഡൻസ്, വിസിറ്റേഴ്സ് എല്ലാം വരുന്ന സമയത്ത് ആക്റ്റീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. ബുക്സ് മസ്റ്റ് നോട്ട് ബി ടേക്കൺ ഔട്ട് ഓഫ് ദ ലൈബ്രറി. പുസ്തകങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ റീഡേഴ്സ് മസ്റ്റ് നോട്ട് ടേക്ക് ബുക്സ് ഔട്ട് ഓഫ് ദ ലൈബ്രറി. റീഡേഴ്സ് സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ആക്റ്റീവ് വെർബ് ഉപയോഗിച്ചു. ബുക്സ് സബ്ജക്റ്റ് ആയി വന്നപ്പോൾ നമ്മൾ പാസീവ് വെർബ് ഉപയോഗിച്ചു. ബുക്സ് മസ്റ്റ് നോട്ട് ബി ടേക്കൺ ഔട്ട് ഓഫ് ദ ലൈബ്രറി അല്ലെങ്കിൽ റീഡേഴ്സ് മസ്റ്റ് നോട്ട് ടേക്ക് ബുക്സ് ഔട്ട് ഓഫ് ദ ലൈബ്രറി. നീ സമയത്ത് റെഡി ആവില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഐ ടോൾഡ് യു. എന്താ പറഞ്ഞത്? നീ സമയത്ത് റെഡി ആവില്ല. യു വുഡിൻ ബി റെഡി ഇൻ ടൈം. ഇവിടെ വുഡ് ഉപയോഗിക്കാൻ കാരണം ടോൾഡ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് യു വിൽ നോട്ട് ബി റെഡി എന്ന് തന്നെയാണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വില്ലിനെ വുഡാക്കി മാറ്റി. ഐ ടോൾഡ് യു യു വുഡിൻ ബി റെഡി ഇൻ ടൈം. ആ കാലടികൾ നോക്ക്. ലുക്ക് അറ്റ് ദോസ് ട്രാക്സ്. അതൊരു ഡോഗ് ആയിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി എ ഡോഗ്. അതൊരു ഡോഗിന്റെ കാലടികളായിരിക്കാം. ആയിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി എ ഡോഗ്. ആവണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല എന്ന് പറയാൻ നമുക്ക് ഇറ്റ് നീഡ് ഇൻ ബി എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ഹാവ് ടു ബി എന്ന് പറയാം. അത് ഡോഗ് തന്നെ ആവണമെന്നില്ല. ഇറ്റ് നീഡ് ഇൻ ബി അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ഹാവ് ടു ബി. അതൊരു ഫോക്സും ആവാം. ഇറ്റ് കുഡ് ബി എ ഫോക്സ്. ഇറ്റ് മസ്റ്റ് ബി എ ഡോഗ് എന്ന് പറയുമ്പോൾ അതൊരു ഡോഗ് ആയിരിക്കണം. ഇറ്റ് കുഡ് ബി എ ഫോക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫോക്സ് ആയിരിക്കാം. ഇറ്റ് നീഡ് ഇൻ ബി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. നീഡ് ഇൻ ബിക്ക് പകരമാണ് നമ്മൾ ഡസൻ ഹാവ് ടു ബി ഉപയോഗിക്കുന്നത്. ഇറ്റ് കുഡ് ബി എ ഫോക്സ്. അതൊരു ഫോക്സ് ആയിരിക്കാം. നിനക്ക് ഇത്ര നേരത്തെ പോവേണ്ട കാര്യമുണ്ടോ? മസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ച് ചോദിക്കാം. Must you leave so early? Must you leave so soon? അല്ലെങ്കിൽ so early. ഇത്ര നേരത്തെ പോവേണ്ട. ഇത്ര soon എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നാണ്. early ആണ് നേരത്തെ. Must you leave so early? ഇത്ര നേരത്തെ നിനക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ must you leave so soon? ഇത്ര പെട്ടെന്ന് പോവേണ്ട ആവശ്യമുണ്ട്. ഇത് തന്നെ നമുക്ക് have to ഉപയോഗിച്ച് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഹാവ് ടു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കുകയല്ല ചെയ്യുക. ഡു ഉപയോഗിച്ചാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് ടു ലീവ് സോ സൂൺ? ഡു യു റിയലി ഹാവ് ടു ലീവ് സോ സൂൺ? ഇത്ര നേരത്തെ പോകേണ്ട കാര്യം നിനക്ക് ശരിക്കും ഉണ്ടോ? മസ്റ്റ് യു ലീവ് സോ സൂൺ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡു യു റിയലി ഹാവ് ടു ലീവ് സോ സൂൺ? എന്റെ അമ്മയ്ക്ക് അസുഖം വന്നതിനാൽ ഞങ്ങൾക്ക് ഹോളിഡേ ചുരുക്കേണ്ടി വന്നു. ഹോളിഡേയുടെ നീളം കുറയ്ക്കേണ്ടി വന്നു. ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ടു ആണ്. വി ഹാഡ് ടു. ഹോളിഡേയുടെ ദൈർഘ്യം കുറയ്ക്കേണ്ടി വന്നു. നമുക്ക് അതിനെ കട്ട് ഷോർട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. വി ഹാഡ് ടു കട്ട് ഷോർട്ട് ദ ഹോളിഡേ. എന്റെ അമ്മയ്ക്ക് അസുഖം വന്നതിനാൽ ബിക്കോസ് മൈ മദർ ഫെൽ ഇൽ. വി ഹാഡ് ടു കട്ട് ഷോർട്ട് അവർ ഹോളിഡേ ബിക്കോസ് മൈ മദർ ഫെൽ ഇൽ. എന്റെ അമ്മയ്ക്ക് അസുഖം വന്നതിനാൽ ഞങ്ങൾക്ക് ഹോളിഡേ വെട്ടിച്ചുരുക്കേണ്ടി വന്നു. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ഉപയോഗിക്കുക. ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ ഹാവ് ടു ഉപയോഗിക്കാം. ഇനി ഇന്നത്തെ ഹോംവർക്ക്, അത് ഈ ലെസണുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിഷമമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമ്മൾ മോഡൽ വെർബ്സിനെ കുറിച്ച് ഇതിനു മുമ്പും പല ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു റിവിഷൻ ക്ലാസ് പോലെയായിരുന്നു. പല മോഡൽ വെർബ്സും നമുക്ക് ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ ഡിഫറൻസ് വരുമെന്നേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഉപയോഗിക്കുന്ന സ്ട്രക്ചർ കറക്റ്റായി ഉപയോഗിക്കണം. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കണം. പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ബി ഉപയോഗിക്കണം. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവര് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.